ഇപ്പോൾ പട്ടാനൂർ UP സ്കൂളിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇപ്പോൾ നിലവിൽ ഈ പട്ടാനൂർ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ അധ്യാപകൻ ഒരു കുട്ടിയെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ടുള്ള വിഷയം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് സ്കൂളിലെ എല്ലാ കുട്ടികളും ഇവിടെയുണ്ട്. നിലവിൽ ഇവിടുത്തെ ഹെഡ് മാഷൊക്കെ കണ്ടു. അതുപോലെ തന്നെ ഇവിടെ വിദ്യാഭ്യാസ വകുപ്പ് അടക്കമുള്ളവരൊക്കെ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അവരെക്കൂടി സംസാരിച്ചപ്പോഴൊക്കെ അവരൊക്കെ പറയുന്നത് നിലവിൽ ഞങ്ങൾക്ക് പരാതികൾ വന്നിട്ടില്ല എന്ന രീതിയിലാണ് അവർ സംസാരിച്ചിട്ടുള്ളത്. അപ്പോൾ കൂടുതൽ കാര്യങ്ങളൊന്നും അവർ പറഞ്ഞിട്ടുണ്ടായില്ല. ഇങ്ങനെ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ഈ സ്കൂളിലേക്ക് വരികയും കാര്യങ്ങൾ അന്വേഷിക്കുകയും ചെയ്തിട്ടുള്ളത്. നിലവിൽ ഒരു പരാതി എന്ന നിലയിൽ വന്നിട്ടില്ല എന്നതാണ് വിദ്യാഭ്യാസ വകുപ്പ് പറയുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ PT അംഗങ്ങളും അതുപോലെ തന്നെ ഇവിടുത്തെ ഹെഡ് മാഷും ഒക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾ കുട്ടിയുടെ ഒപ്പം തന്നെയാണ്, കുട്ടിക്ക് എതിരെയല്ല ഞങ്ങൾ നിൽക്കുന്നത്. ആ മാഷിൻ്റെ പ്രവണതയിൽ തെറ്റുണ്ട് എന്ന നിലയിൽ തന്നെയാണ് അവർ പറഞ്ഞിട്ടുള്ളത്. നിലവിൽ നമ്മളോട് സംസാരിക്കാൻ അവർ തയ്യാറായിട്ടില്ല എന്നത് വേറൊരു കാര്യമാണ്. അവർ വേറെ തന്നെ പറയുന്നൊരു കാര്യമുണ്ട്, ഞങ്ങൾ കുട്ടിയുടെ കൂടെയാണ്, കുട്ടിയുടെ കൂടെ തന്നെയാണ്. അപ്പോൾ ആ മാഷ് അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ കൃത്യമായിട്ടുള്ളൊരു നടപടി എടുക്കാൻ ഞങ്ങൾ തയ്യാറുമാണ്. അതുപോലെ തന്നെയാണ് ഇവർ ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കാര്യം. നിലവിൽ മാഷ് നിലവിൽ ഈ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് ആ മാഷ് ലീവാണ്. നിലവിൽ പുറത്താക്കിയിട്ടൊന്നുമില്ല. അതിന് പ്രധാനപ്പെട്ട കാരണം അവർ പറയുന്നത് മാനേജർ നിലവിൽ മരിച്ചു പോയതാണ്. അതുമായി ബന്ധപ്പെട്ട് ഒറ്റയ്ക്കൊരു തീരുമാനമെടുത്ത് മാഷെ പുറത്താക്കാൻ കഴിയില്ല എന്ന രീതിയിലൊരു അഭിപ്രായവും ഇവിടുത്തെ മാഷന്മാരൊക്കെ പറയുന്നുണ്ട്. നിലവിൽ മാനേജർ ഇല്ലാത്തതിൻ്റെ ഒരു പ്രശ്നം ഈ സ്കൂളിൽ നിലനിൽക്കുന്നുണ്ട്. അതുമാത്രമാണ് മാഷ് ഇപ്പോൾ നിലവിൽ കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് കാര്യങ്ങളൊക്കെ ഓക്കെ ആണെങ്കിൽ നിലവിൽ മാഷിനെതിരെ ഒരു നടപടി എടുക്കും. ഇപ്പോൾ പരാതി പോയിട്ടുള്ളത് ചൈൽഡ് ലൈനിൽ മാത്രമാണ് പരാതി പോയിട്ടുള്ളത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. നിലവിൽ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ കാര്യങ്ങൾ പോയിട്ടില്ല. ഇവരൊന്നും നമ്മളോട് സംസാരിക്കാൻ തയ്യാറായിട്ടില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പിന്നെയുള്ള കാര്യം പറയാനുള്ളത് ഇവിടുത്തെ കുട്ടികളടക്കം, കുട്ടികൾ മാത്രമല്ല കുട്ടികളോട് സംസാരിച്ചപ്പോഴും കുട്ടികൾ പറയുന്നത് മാഷ് കുട്ടിയെ അടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം നിലവിൽ പുറത്താണ് അടിച്ചത്. കുട്ടി ബോർഡിൽ എഴുതിയ കുറച്ച് കാര്യങ്ങൾ ബുക്കിൽ പകർത്തി എഴുതുകയായിരുന്നു. ആ പകർത്തി എഴുതുമ്പോൾ സ്പീഡ് കുറഞ്ഞു. അത് കൃത്യസമയത്ത് പൂർത്തീകരിക്കാൻ ആ കുട്ടിക്ക് കഴിഞ്ഞില്ല. അതിനെ തുടർന്നാണ് ഈ മാഷ് നിലവിൽ അടിച്ചിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളാണ് ഇവിടുത്തെ കുട്ടികളടക്കമുള്ളവരൊക്കെ നമ്മളോട് സംസാരിച്ചപ്പോൾ പറഞ്ഞിട്ടുള്ളത്. എന്തായാലും കുട്ടിയുമായി ബന്ധപ്പെട്ട് വിഷയങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അതിനു വേണ്ട നടപടികളൊക്കെ എത്രയും പെട്ടെന്ന് എടുക്കും എന്ന് തന്നെയാണ് വിചാരിക്കുന്നത്. നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഈ പട്ടാനൂർ സ്കൂൾ ഒരു ചെറിയ സ്കൂളാണ്. ആ സ്കൂളിലാണ് ഈ നിലയിലുള്ള പ്രശ്നം ഉണ്ടാവുകയും ഇന്ന് ആ കുട്ടി ലീവായിട്ടാണുള്ളത്. ടീച്ചറും അങ്ങനെ പറഞ്ഞിട്ടുണ്ട് കാര്യമുണ്ടായിരുന്നു. ആ കുട്ടി ഈ പ്രശ്നം നടന്ന സമയത്ത് കുട്ടിയെ അടിച്ചതുമായി ബന്ധപ്പെട്ട് കുട്ടി സ്കൂളിൽ 2-3 ദിവസം വരികയും ബാക്കി എല്ലാ പരിപാടിയിലും ഈ തൂഫാൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ കൊടുക്കുന്ന സമയത്ത് കുട്ടി ഫുൾ ആക്റ്റീവായിട്ട് നിൽക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നീടാണ് 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടിക്ക് ഈ ഒരു അസ്വസ്ഥത ഫീൽ ചെയ്യുന്നത്. ആ അസ്വസ്ഥത ഫീൽ ചെയ്തിട്ടാണ് മാഷ് അടിച്ചതിൻ്റെ ഫലമായിട്ടാണ് കുട്ടിക്ക് ആ രീതിയിലുള്ള പ്രശ്നം ഉണ്ടായത് എന്ന് തന്നെയാണ് ഇവിടുത്തെ ടീച്ചർ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇവിടുത്തെ ഹെഡ് മാഷ് അടക്കമുള്ളവർ കുട്ടികളുടെ ആ മാഷ് പഠിപ്പിക്കുന്ന ആ ക്ലാസ് റൂമിൽ പോവുകയും ആ ക്ലാസ് റൂമിൽ പോയി കുട്ടികളോട് കാര്യങ്ങൾ ചോദിക്കുകയും ചെയ്തു. ആ കുട്ടികൾ പറഞ്ഞിട്ടുള്ളത് ആ സമയത്തും കുട്ടികൾ പറഞ്ഞായിരുന്നു മാഷ് അടിച്ചിട്ടുണ്ടായിരുന്നു. എഴുതിയതിനെ തുടർന്ന് ആ എഴുതിയത് കൃത്യമായിട്ട് പകർത്തി എഴുതാൻ കുറച്ച് സമയം വൈകിയതിനെ തുടർന്നാണ് അടിച്ചത് എന്നാണ് ഇവരും പറഞ്ഞത്. എന്തായാലും മാഷ് ഭാഗത്ത് തെറ്റുണ്ട് എന്നതിൽ ഒരു സംശയവും നമുക്കില്ല. കൃത്യമായിട്ട് തെറ്റുണ്ട്. ഒരു കുട്ടിയെ തല്ലാനുള്ള ആ ഒരു ക്രൂരമായി തല്ലാനുള്ള ഒരു അവകാശവും ഇവിടുത്തെ മാഷിനില്ല എന്ന് തന്നെയാണ് ആദ്യം തന്നെ പറയാനുള്ളത്. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം അതുൽ ബ്ലാത്തൂർ, ഏജനറ്റ്.